السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد وعلى آله وصحبه الموفين أهدا ما بعد. വളരെയേറെ ആദരവും ബഹുമാനവും സ്നേഹവുമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും ഈ കലാപരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ബംബ്രാൻ ഉസ്താദ് അവരുകളെ, ഈ പരിപാടിയുടെ അധ്യക്ഷനും SKS ബണ്ട്വാള മേഖലയുടെ അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദ് അവരുകളെ, ഈ മഹലിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് മേഖലയുടെ വൈസ് പ്രസിഡന്റുമായ ഉബൈദുള്ള ഹാജി, SKS ബണ്ട്വാള മേഖലയുടെ ജനറൽ സെക്രട്ടറി ഹനീഫ് ഉസ്താദ് അടക്കമുള്ള മേഖലയിലെയും ക്ലസ്റ്ററിൻ്റെയും യൂണിറ്റിലെയും ഭാരവാഹികളെ, സ്നേഹമുള്ള സദസ്യരെ, അള്ളാഹു ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത വലിയ ഒരു പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അച്ചടക്ക ബോധമുള്ള വിദ്യാർത്ഥി സംഘടനയായ SKSF 2 വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുന്ന സർഗലയത്തിലെ മേഖലാ തലത്തിലുള്ള ഒരു കലാ ഉത്സവ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കല എന്ന് പറയുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ മാറ്റങ്ങൾക്ക്, വളർച്ചയ്ക്ക് വലിയ പങ്കുവഹിക്കുന്ന ഒന്നാണ് കലകൾ എന്ന് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും നല്ല കഴിവുകളുണ്ട്, പക്ഷേ ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. ചില ആൾക്ക് നല്ല പ്രഭാഷണം നടത്താനാണ് ആഗ്രഹം, ചില ആൾക്ക് നല്ല എഴുത്ത്, ചില ആൾ പാട്ടുപാടും, ചില ആൾ ചിത്രം വരയ്ക്കും. ഇതുപോലെയുള്ള കുട്ടികൾക്ക് ഒരുക്കുന്ന ഈ വേദികൾ ഇതൊരു ചെറിയൊരു വേദിയായി നിങ്ങൾ കാണരുത്. കാരണം കുട്ടികളുടെ ഉള്ളിലുള്ള കലകൾ, പ്രതിഭകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് ഇവിടെ SKSF ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് അന്നും ഇന്നും എന്നും 2 ആയുധമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ചെലവഴിച്ചത്. ഒന്ന് വായന, ഒന്ന് എഴുത്ത്. എഴുത്തെന്ന് പറഞ്ഞാൽ ചെറിയൊരു ലേഖനമോ പ്രബന്ധമോ മാത്രമല്ല. വായനയിൽ കൂടിയും എഴുത്തിൽ കൂടിയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ ആധുനിക ശാസ്ത്രം പോലും ഇവിടെ പറയപ്പെടുന്നത്. എഴുത്തിൽ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രബന്ധമോ അതുപോലെ ലേഖനമോ അല്ലെങ്കിൽ വേറെ എഴുത്ത് കുത്തുകൊണ്ട് ചിത്രമടക്കം ഒരു കുട്ടിയുടെ ഒരു ചിത്രം വരയ്ക്കൽ പോലും ഒരു നാടിനെ, ഒരു മനുഷ്യനെ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടുവരുന്നത്. ഉഗാണ്ടയിൽ ഈ ഇടക്ക് അവിടെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, ഒരു തുള്ളി വെള്ളം കിട്ടാതെ അനുഭവിക്കുന്ന അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ച് ഒരാളൊരു ചിത്രം വരച്ചു. ആ ചിത്രം ഇങ്ങനെയായിരുന്നു: ഒരു പശുവിൻ്റെ മൂത്രം ഒരാളിങ്ങനെ കൈ കാണിച്ചിങ്ങനെ കുടിക്കുകയാണ്, കാരണം വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ. ആ ഒരു ചിത്രം തന്നെ ഓരോരോ മനുഷ്യനെ തന്നെ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഒരു ചിത്രം മതി ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ. ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് എഴുത്തും വായനയുമാണ് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് ഏറ്റവും നല്ല മാർഗം. അതിന് ഇങ്ങനെയുള്ള കലകൾ പുറത്തു വരാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു വേദികൾ ഒരുക്കുകയാണ് നമ്മുടെ SKSF ബണ്ട്വാള വളരെ അടക്കമുള്ള SKSF പ്രവർത്തകർ. അല്ലാഹു സുബ്ഹാനഹു തആല ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകനായി തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ മൂസാ നബി അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ,
മൂസാ നബി അലൈഹിസ്സലാമിന് ഒരു സംസാരത്തിൽ ഒരു കൊഞ്ഞയുണ്ടായിരുന്നു. ആ കൊഞ്ഞയുള്ള കാരണം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ, ഇസ്ലാമിനെ പ്രബോധനം നടത്താൻ മൂസാ നബി അലൈഹിസ്സലാമിന് സാധിച്ചിരുന്നില്ല. അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, എന്നേക്കാൾ നല്ല പ്രഭാഷണം നടത്തുന്ന, നല്ല സംസാരിക്കുന്ന, വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന എൻ്റെ സഹോദരൻ ഹാറൂനുണ്ട്. അദ്ദേഹമാണ് ഒരു നബി ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ എനിക്കൊരു കൂട്ടുകൂടായി തരണം. കാരണം ഒരു നല്ല പ്രഭാഷണം, നല്ല വായിക്കാൻ അറിയുന്ന ഒരാളാണ്, നല്ല പറയാനുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഒന്ന് എന്നോ പ്രബോധനത്തിന് കൂട്ടി തന്നാൽ വളരെ നന്നായിരുന്നെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ പോലും ഒരു നബിയാക്കി. കാരണം ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് നല്ല ഒരു പ്രഭാഷകൻ ഇവിടെ ആവശ്യമാണ്. അതിനുള്ള വേദികളാണ് നാം കാണുന്നത്. കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല, സമയമില്ല. എല്ലാവിധ ആശംസകളും നേടിക്കൊണ്ട് എൻ്റെ